നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് വളരെ സാധാരണമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പരിക്കുകൾ പറ്റുന്നു, അല്ലെങ്കിൽ വിരൽ ഒന്ന് മുറിയുന്നു, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി കാല് ഒന്ന് മുറിയുന്നു. നമ്മളതിനെ ചെറിയൊരു അശ്രദ്ധയായിട്ട് കരുതി വിട്ടുകളയും. എന്നാൽ തൊട്ടടുത്ത ദിവസം വീണ്ടും സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു അപകടം പറ്റുന്നുണ്ട്. തുടർച്ചയായിട്ട് ചെറിയ പരിക്കുകളോ അസുഖങ്ങളോ ഈ വിധത്തിൽ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങുന്നുണ്ട്. മിക്കവാറും ആളുകൾ ഇതിനെ നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ മോശം സമയമെന്നോ ഒക്കെ വിളിക്കും. പക്ഷേ സൈക്കോളജിയിലും ഹിപ്നോതെറാപ്പിയിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം നിരന്തരമായിട്ടുള്ള പരിക്കുകളും അസുഖങ്ങളും വെറും യാദൃശ്ചികമല്ല. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് എന്തോ ഒരു വലിയ കാര്യം പറയാൻ ശ്രമിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ശരീരവും ഉപബോധ മനസ്സും തമ്മിലുള്ള വളരെ രഹസ്യമായ ഒരു ആശയവിനിമയത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഒരു അദൃശ്യമായിട്ടുള്ള തടസ്സം ശാരീരികമായിട്ടുള്ള പരിക്കുകളായിട്ട് പുറത്തു വരുന്നത് എന്നും ഇതിനെ സെൽഫ് ഹിപ്നോസിസിലൂടെ എങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാമെന്നും നമ്മൾ ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകളുടെ അതിരുകളെ ഭേദിക്കും. അതുകൊണ്ട് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഈ വിധത്തിലെ ആഴത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം മിടിപ്പിക്കുന്നത്, ആമാശയം ആഹാരം ദഹിപ്പിക്കുന്നത് എല്ലാം നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. അത് നമ്മുടെ ഉപബോധ മനസ്സ് യാന്ത്രികമായിട്ട് നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു അസുഖമോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള വേദനകളോ പരിക്കുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഉപബോധ മനസ്സ് നിങ്ങളോട് ഒരു കാര്യം വിളിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. ഏയ്, നീ പോകുന്ന വഴി ശരിയല്ല. നിൻ്റെ ചിന്തകളിൽ എന്തോ വലിയ ഒരു പിഴവുണ്ട്. അത് ഒന്ന് നിർത്തി പരിശോധിക്കൂ എന്ന്. അതായത് ഇത് ഒരു കാറിൻ്റെ ഒരു ചെക്ക് എൻജിൻ ലൈറ്റില്ലേ? എൻജിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഒരു സൂചനയില്ലേ? ഈ വിധത്തിൽ വാഹനത്തിൽ എണ്ണ കുറയുമ്പോഴോ അല്ലെങ്കിൽ എൻജിനിൽ തകരാറുണ്ടാകുമ്പോഴൊക്കെ ഡാഷ്ബോർഡിലെ ഒരു റെഡ് ലൈറ്റ് തെളിയുന്നത് അല്ലെങ്കിൽ ഒരു യെല്ലോ ലൈറ്റ് തെളിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പക്ഷേ നമ്മൾ ഈ വാർണിംഗ് ലൈറ്റ് കണ്ടില്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? കാറ് പോകുന്ന വഴിയിൽ ഒരു പക്ഷേ കേടായിപ്പോവും, ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. നമ്മുടെ ശരീരവും ഇതുപോലെ തന്നെയാണ്. ഈ അടുത്ത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ്, എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരാഴ്ചക്കിടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെയായിട്ട് തുടർച്ചയായിട്ട് പരിക്കുകൾ പറ്റി. അദ്ദേഹം അതെല്ലാം എഴുതി വെച്ച് സെൽഫ് ഹിപ്നോസിസിലൂടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടായിരുന്നില്ല പറ്റിയത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വരാനിരുന്ന വലിയ ഒരു ഡീലിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും ഉത്കണ്ഠയും ഒക്കെയാണ് ഈ പരിക്കുകളായിട്ട് പലപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. അതായത് നമ്മളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ തന്നെ ഉള്ളിലെ ഉത്കണ്ഠകളും നമ്മുടെ ശരീരത്തെയാണ് ആദ്യം ബാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞാൻ എഴുതിയ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്ന പുസ്തകത്തിലെ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിലെ ഇരുണ്ട കോണുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ വായിച്ചെടുക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഉത്കണ്ഠകൾ പലപ്പോഴും പുറത്തു വരുന്നത് അശ്രദ്ധയായിട്ടും ദേഷ്യമായിട്ടും ശാരീരിക അസ്വസ്ഥതകളായിട്ടുമൊക്കെയാണ്. നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിധത്തിലുള്ള മുറിവുകൾ പറ്റിയ സമയങ്ങളിലെല്ലാം അദ്ദേഹം വളരെ ധൃതിയിലായിരുന്നു.
അതായത് ഒരു പ്ലാനുമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ഈ വിധത്തിൽ പരിക്കുകൾ പറ്റിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഈ വിധത്തിൽ ധ്യാനാവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ 5-ാമത്തെ വയസ്സിൽ ഗ്രൗണ്ടിൽ വീണ് മുട്ടുകാല് പൊട്ടിയ ഒരു വലിയ സംഭവം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ തെളിഞ്ഞു വന്നു. അന്നത്തെ ആ പരിക്കിൻ്റെ സമയത്തുണ്ടായിരുന്ന അതേ ധൃതിയും അശ്രദ്ധയും ഒക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം ബിസിനസ്സിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിയത്. നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെയാണ്. ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു പുതിയ നിലയിലേക്ക് മാറാൻ പോകുമ്പോൾ, ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ പഴയ ചില ഭയങ്ങൾ നമ്മളെ തടയാൻ ശ്രമിക്കും. ഇത് ശാരീരികമായിട്ടുള്ള തളർച്ചയായിട്ടോ നിരന്തരമായിട്ടുള്ള അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അപകടങ്ങളായിട്ടോ ഒക്കെ പുറത്തു വന്നേക്കാം. നിങ്ങൾ പുറത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ ഉള്ളിലെ വൈകാരിക ഊർജം എന്താണ് എന്നതാണ് നിങ്ങളുടെ ഫലത്തെ ആത്യന്തികമായിട്ട് നിർണ്ണയിക്കുന്നത്. ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഈ പറഞ്ഞ വിധത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇതിനൊരു പരിഹാരം? ഇവിടെയാണ് നമ്മൾ ബ്രേക്ക് ത്രൂ പ്രോസസ്സ് അഥവാ സെൽഫ് ഹിപ്നോസിസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പരാജയങ്ങളോ പരിക്കുകളോ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ശരിയല്ലേ? എന്നാൽ ഒരു ചുവരിൽ തലയിടിച്ച് പൊട്ടുമ്പോൾ വീണ്ടും വീണ്ടും അതേ ചുവരിൽ തന്നെ പോയി ഇടിച്ചിട്ട് എന്താണ് കാര്യം? കഠിനാധ്വാനമല്ല ഇവിടെ വേണ്ടത്. മറിച്ച് ഉപബോധ മനസ്സിലെ ആ ബ്ലോക്കിനെ എടുത്തു മാറ്റുകയാണ് വേണ്ടത്. അതായത് ഈ അസ്വസ്ഥതകൾക്ക് കാരണമായിരിക്കുന്ന ആ ബ്ലോക്കുകളെ കൃത്യമായിട്ട് എടുത്തു മാറ്റുകയാണ് വേണ്ടത്. ഇതിന് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ശാന്തമായിട്ട് കണ്ണുകളടയ്ക്കാം. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശരീരത്തെ പൂർണ്ണമായിട്ടും ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ബോധമനസ്സിൻ്റെ പ്രതിരോധം പൂർണ്ണമായിട്ടും ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതായത്, എൻ്റെ മനസ്സ് കൂടുതൽ ധൈര്യമാർജിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഊർജ്ജസ്വലത ക്രമാതീതമായി വർദ്ധിക്കുന്നു. ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും ഞാൻ വളരെ ക്രിയേറ്റീവായി മുന്നോട്ട് പോകും. ഈ പുതിയ മാറ്റം എനിക്ക് വളരെ വലിയ ഒരു അവസരമാണ്. ഈ വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ ആ പഴയ ലിമിറ്റിംഗ് ബിലീഫുകളുണ്ടല്ലോ, ചില പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ, അത് അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ ആ പ്രൊജക്ടറിൻ്റെ ഫിലിം മാറുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലെ യാഥാർത്ഥ്യങ്ങളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളും അത്ഭുതകരമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക പരാജയങ്ങൾക്ക് എല്ലാം കാരണം പുറത്തുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലെ ആ അദൃശ്യമായിട്ടുള്ള ഊർജമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പഴയ പ്രോഗ്രാമിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യവുമായിട്ട് നിങ്ങൾക്കിതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ കഴിയുന്നിടത്തോളം വായിച്ചു നോക്കാറുണ്ട്.
മറുപടി തരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും ശ്രമിക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ഈ അറിവുകൾ വെറും ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അപാരമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും നിങ്ങളുടെ ഉള്ളിലെ വർഷങ്ങളായിട്ടുള്ള ആ നെഗറ്റീവ് ബ്ലോക്കുകളെ ശാശ്വതമായിട്ട് ഇല്ലാതാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഹിപ്നോസിസ് പരിശീലന പരിപാടികളിലേക്കും അല്ലെങ്കിൽ ആൽക്കമി 3.0 പോലെയുള്ള ശക്തമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകളിലേക്കുമെല്ലാം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തികച്ചും ശാസ്ത്രീയമായിട്ട് വളരെ ലളിതമായ വിധത്തിൽ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ തന്നെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റിലാക്സേഷൻ ടെക്നിക്കുകളെക്കുറിച്ചുമെല്ലാം പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഇത്. ആൽക്കമി 3.0 പോലെയുള്ള മൈൻഡ് പവർ പ്രോഗ്രാമുകൾ നിങ്ങളുടെ സാമ്പത്തികവും മാനസികവുമായ ഊർജത്തെ ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കും. അതിന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നേരിട്ടുള്ള ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലോ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉയർന്ന ഊർജം കൊണ്ട് മനോഹരമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.